إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أوصيكم عباد الله وإياي أولا بتقوى الله اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനും സർവനിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ദിഗല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൻ്റെ ദിഗല മേഖലകളിലും ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു മനുഷ്യൻ ഒരു ജനസമൂഹത്തിനെ നന്നാക്കുവാൻ വേണ്ടി കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും അനീതികൾ, അക്രമങ്ങൾ പെരുകുന്ന സമയത്ത് ആ സമുദായത്തിലേക്ക്, നാട്ടിലേക്ക് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ പ്രവാചകന്മാർ മുഴുവനും മനുഷ്യരായിരുന്നു എന്ന് ഹദീസുകളിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് മക്കയിൽ അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. 40 കൊല്ലത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഖുറൈശി ഗോത്രത്തിൽ അവിടുത്തെ ഏറ്റവും വിശ്വസ്തനായി, ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുകയാണ്. ഹിറാ ഗുഹയിൽ അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന ജാഹിലിയ കാലഘട്ടത്തിലെ ആ തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ വേണ്ടി പ്രവാചകൻ തെരഞ്ഞെടുത്ത ഒരു ഇടമായിരുന്നു ഹിറാ ഗുഹ എന്നുള്ളത്.
അങ്ങനെ ഹിറയിൽ ഇരിക്കുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം ഭയന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യ ഖദീജയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് മൂസാ നബി അലൈഹിസ്സലാമക്ക് ഇറങ്ങിയ ആ മൂസാ നബിക്ക് വഹി നൽകിയ, ബോധനം നൽകിയ അതേ മലക്കാണ് ഇതൊന്നും അവിടെ വറഖത്ത് ബിൻ നൗഫൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയും അതിനുശേഷമാണ് പ്രബോധനത്തിന്റെ അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ പഠനത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നത്. ആദ്യം ഹിറാ ഗുഹയിൽ സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതീർണമായി. അതിനുശേഷം പ്രവാചകൻ വീട്ടിലേക്ക് വരികയും അവിടെയാണ് ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ മുസമ്മിലിന്റെ ആദ്യത്തെ ആയത്തുകൾ അവതീർണമായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്കു കിട്ടിയ ദിവ്യബോധനവുമായി മക്കയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. മക്കയിൽ അന്നുവരെ വിശ്വസ്തനെന്ന് വിളിച്ചിരുന്ന, അന്നുവരെ സത്യസന്ധനെന്ന് പറഞ്ഞിരുന്ന, അന്നുവരെ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടിരുന്ന വ്യക്തി ആ ഒരു തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ, തനിക്കു ലഭിച്ച സത്യസന്ധമായ ആ ഒരു ദിവ്യബോധം പകർന്നു നൽകിയതിന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് കളവാക്കപ്പെടുകയാണ്. അങ്ങനെ പ്രവാചകനോടൊപ്പം പല ആളുകളും ചേർന്നു. അവരെയാണ് സ്വഹാബത്ത് എന്ന് നമ്മൾ പറയുക. അതിനുശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾ പലതവണയായി ഹിജറ പോയി. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവാചകൻ ഹിജറ വരികയാണ്. അവിടെയാണ് ബാക്കിയുള്ള കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 കൊല്ലം മക്കത്തും ബാക്കിയുള്ള 13 കൊല്ലം മദീനത്തുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നത്. അവസാനം മക്കയെ പിടിച്ചടക്കുന്ന മക്കം ഫത്ഹും ഒക്കെ നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാൻ സാധിക്കും. ഏറെ പ്രയാസങ്ങൾ നിറഞ്ഞ ചരിത്രമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തിന്റെ വഴിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. ആ പ്രയാസവും ആ ഒരു ത്യാഗവുമൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച് ഈ ഒരു ദീനിനു കൊണ്ട് നിലകൊണ്ട് അവിടുത്തെ സ്വഹാബത്തിലൂടെ പല തലമുറ കൈമാറി ഇതാ നമ്മിലേക്ക് ആ ഇസ്ലാം വന്നെത്തിയിരിക്കുകയാണ്. ഒരു കളങ്കവും പറ്റാതെ ആ ഇസ്ലാമിലേക്കൊന്നും കൂട്ടിച്ചേർക്കുവാനോ ഒന്നും ഒഴിവാക്കാനോ ഇല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീൻ, ആ ഒരു അള്ളാഹു പഠിപ്പിച്ചു നൽകിയ ഇസ്ലാം അത് കൃത്യമായി സംരക്ഷിക്കപ്പെട്ട് നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ഒരു ദൗത്യത്തിന്റെ പേരിൽ നമ്മൾ ഏറെ കടപ്പെട്ടവരാണ്. പ്രവാചകൻ എന്ന നിലയിൽ നമ്മൾ അങ്ങേയറ്റം സ്നേഹിക്കേണ്ട വ്യക്തിത്വവുമാണ്. പ്രിയമുള്ളവരെ, മഹാനായ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നമുക്ക് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കണ്ടിട്ടില്ലാത്ത, പ്രവാചകൻ അറിയാത്ത, ആരൊക്കെയാണ് ഇനി ഈ ലോകത്ത് വരാനുള്ളത് എന്ന് പോലും അറിയാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറ്റി പറയുന്നുണ്ട്. അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ അശദ്ദി ഉമ്മതി ലി ഹുബ്ബ നാസുൻ യകൂനൂന ബഅദി. എനിക്കേറ്റവും എന്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എനിക്കു ശേഷം, എന്റെ ജീവിതത്തിനു ശേഷം, എന്റെ മരണത്തിനു ശേഷം കടന്നു വരുന്ന ആളുകളായിരിക്കും. യവദ്ദു അഹദുഹും ലൗ റആനി ബിഅഹ്ലിഹി വമാലിഹി. എനിക്കു പകരം അവർ സ്വന്തം കുടുംബവും സമ്പത്തും പകരം നൽകിയെങ്കിലും എന്നെ കാണാൻ കഴിഞ്ഞെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്ന ആളുകളാണ്. യവദ്ദു അഹദുഹും, അവരോരോരുത്തരും ആഗ്രഹിക്കുമെന്നാൻ, ലൗ റആനി, എന്നെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ, ബിഅഹ്ലിഹി വമാലിഹി, അവരുടെ സമ്പത്ത് മുഴുവനും ചെലവഴിച്ച്, അവരുടെ കുടുംബവും മുഴുവനും ചെലവഴിച്ചുകൊണ്ട് അവർക്ക് ആ പ്രവാചകനെ ഒന്ന് കാണാൻ അവർ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് ശേഷം കടന്നു
കടന്നു വരുന്നത്, അവരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ പ്രവാചകനെ അങ്ങനെയൊന്ന് കാണാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ അവർക്ക് സ്വദേഹങ്ങളെക്കാട്ടിലും സ്വന്തം ശരീരത്തെക്കാട്ടിലും സ്വന്തം ജീവിതത്തിന്റെ സുഖങ്ങളെക്കാട്ടിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറെ പ്രധാനമുള്ളത് എന്ന് പഠിപ്പിച്ചത്. പ്രാധാന്യമുള്ളത് പ്രവാചകനിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ ശരീരങ്ങളെക്കാൾ ഒരു മുഅ്മിനിന് ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട വ്യക്തിത്വമാണ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത്. അത്രയും ബന്ധമുള്ള ആ പ്രവാചകന്റെ കുടുംബത്തിൽപ്പെട്ട മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ പ്രവാചകനെ സ്നേഹിക്കുന്നത്? അവിടുന്ന് മറുപടി നൽകുന്നത്, കാന വല്ലാഹി അഹബ്ബു ഇലൈനാ, അല്ലാഹുവാണ് സത്യം, പ്രവാചകനെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നത് മിൻ അംവാലിനാ വ ഔലാദിനാ വ ആബായിനാ വ ഉമ്മഹാത്തിനാ, ഞങ്ങളുടെ ഉമ്മയെക്കാട്ടിലും ഞങ്ങളുടെ ഉപ്പയെക്കാട്ടിലും ഞങ്ങളുടെ മക്കളെക്കാട്ടിലും ഞങ്ങളുടെ സമ്പത്തിനെക്കാട്ടിലും എല്ലാത്തിലും ഉപരി ഞങ്ങൾ ആ പ്രവാചകനെ സ്നേഹിച്ചിരുന്നു. വമിനൽ മാഇൽ ബാരിദി അലൽ ളമ, ഏറ്റവും കൂടുതൽ ദാഹം ശമിച്ച് ദാഹം സഹിച്ച് വല്ലാതെ വെള്ളം കിട്ടാൻ വേണ്ടി അലഞ്ഞു നടക്കുന്ന സമയത്ത് ഒരിറുക്ക് തണുത്ത വെള്ളം ലഭിക്കുന്നതിനെക്കാട്ടിലും ആ ഒരു സന്തോഷത്തെക്കാട്ടിലും ആ ഒരു ആഗ്രഹത്തെക്കാട്ടിലും അതിനെക്കാട്ടിലും സ്നേഹത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നു എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വിശ്വാസി എന്ന നിലയിൽ, ജീവിതത്തിൽ ഒരു മുസ്ലിമായി എന്ന നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാകണം. ആ പ്രവാചകന്റെ ജീവിതത്തിൽ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. അതേപോലെ പ്രവാചകനോട് ചേർന്നുകൊണ്ട് പ്രവാചകനോട് നമ്മൾക്കുള്ള ബാധ്യതകളെ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ നാം എല്ലാം കൊതിക്കുന്ന ആ കാഴ്ച നാളെ സ്വർഗത്തിൽ വച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. അതിന് 5 വഴികളാണ്, 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രവാചകനുമായി ബന്ധപ്പെട്ട്, പ്രവാചകന്റെ ജീവിതവുമായി അതല്ലെങ്കിൽ പ്രവാചകന്റെ അധ്യാപനവുമായി ബന്ധപ്പെട്ട് 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തത് അൽ ഈമാനു സ്വാദിഖു ബിഹി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായ വിശ്വാസം നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വാസം ഉൾക്കൊള്ളണം, പ്രവാചകൻ അല്ലാഹുവിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസവും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു വ്യക്തി അല്ലാഹുവിൽ വിശ്വസിച്ചു, അല്ലാഹു ഏകനാണെന്ന് മനസ്സിലാക്കി, അതേപോലെ തന്നെ അല്ലാഹു മാത്രമാണ് ആരാധ്യനെന്ന് മനസ്സിലാക്കി, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ആ പ്രവാചകനെ പ്രവാചകത്വത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരുന്നില്ല എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ, പ്രിയമുള്ളവരെ, അയാൾ മുസ്ലിമല്ല, അയാൾ മുഅ്മിനല്ല, അയാൾ കാഫിറാണ്, സത്യനിഷേധിയാണ്, നരകത്തിലാണ് അദ്ദേഹത്തിന്റെ സങ്കേതമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. വമല്ലം യുഅ്മിൻ ബില്ലാഹി വറസൂലിഹി, ആർ അല്ലാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കുന്നില്ല എങ്കിൽ ഫഇന്നാ അഅ്തദിനാ ലിൽ കാഫിരീന സഈറാ, അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് കാഫിരീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു നൽകുകയാണ്. അതേപോലെ തന്നെ ഒരു സ്ത്രീ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോ അവർ വിശ്വാസിയാണോ അല്ലേ എന്ന് പ്രവാചകൻ സ്ഥിരീകരിക്കാൻ വേണ്ടി പ്രവാചകൻ അവരോട് ചോദിക്കുന്നത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, ഐന മൻ അന എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. മൻ അന എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്, ആരാണ് ഞാൻ? അവർ പറഞ്ഞു, അൻത റസൂലുള്ളാഹി, അങ്ങ് റസൂലുള്ളയാൻ, അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാൻ.
അവിടെ നിന്ന് ആ ഒരു സ്ത്രീയെ മോചിപ്പിക്കുകയാണ്. അവരെ പിടിച്ചുകൊണ്ടുവന്ന അടിമയായിരുന്നു, അവരെ മോചിപ്പിക്കുകയാണ്. അവരെ മോചിപ്പിക്കുക. ഫഇന്നഹാ മുഅ്മിനത്തുൻ, അവർ മുഅ്മിനാൻ. ആദ്യം അല്ലാഹുവിനെ പറ്റിയാണ് ചോദ്യം ചോദിക്കുന്നത്. ഐനല്ലാഹ്, അല്ലാഹു എവിടെയാണ്? അവിടുന്ന് ഉത്തരം നൽകി ഫിസ്സമാ, ആകാശത്തിലാണെന്ന് ആ സ്ത്രീ ഉത്തരം പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം ഞാൻ ആരാണെന്നാണ്. പ്രവാചകൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണെന്ന് അങ്ങ് എന്ന് അവിടുന്ന് ആ സ്ത്രീ ഉത്തരം പറയുമ്പോ അവര് മുഅ്മിനാണ്, അവര് മുഅ്മിനത്താണ്, അവരെ നിങ്ങൾ മോചിപ്പിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുകയാണ്. പ്രിയമുള്ളവരെ, അത്രയും പ്രാധാന്യമുണ്ട് പ്രവാചകത്വത്തിൽ വിശ്വസിക്കുക. അങ്ങനെ ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നു, അതിന് തെളിവുകൾ ധാരാളമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ, മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾ രചിച്ച ചരിത്രത്തിൽ നിന്ന് തന്നെ ഈ ഒരു ലോകത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരുന്നെന്നും ആ പ്രവാചകൻ അനുചരന്മാരുണ്ടായിരുന്നെന്നും ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമുദായത്തെ നവീകരിച്ചിരുന്നു എന്നും നമുക്ക് കാണുവാൻ സാധിക്കും. അത്രയേറെ പ്രവാചകന്റെ ആ ഒരു പ്രവാചകത്വത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട്. അതല്ലാത്തൊരു പ്രവാചകൻ ഇനി കടന്നു വരാനുമില്ല, ഇനിയൊരു പ്രവാചകൻ കടന്നു വരാനില്ല എന്ന വിശ്വാസവും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയൊരു പ്രവാചകനും കടന്നു വരാനില്ല. ചില ആളുകൾ പറയുന്നത് കാണാം, ഒരു പ്രവാചകനും കൂടി വന്നു, അതേപോലെ ഇനിയും പ്രവാചകന്മാർ കടന്നു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം അഹമ്മദിയാക്കൾ എന്ന് പറയുന്ന ചില ആളുകൾ അവർ പറഞ്ഞു, ഒരു പ്രവാചകനും കൂടി വന്നിട്ടുണ്ട്, ആ പ്രവാചകന് ചില കഴിവുകളുണ്ട് എന്ന തരത്തിൽ ആരോപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെയൊന്നില്ല. ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതാണ്, ഇത് ഖാതിമുൻ നബിയാൻ, ഇത് അന്ത്യപ്രവാചകനാണ്. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം മറ്റൊരു പ്രവാചകൻ വരില്ല. അങ്ങ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ് പ്രവാചകനായിട്ട് അവസാനമായി ആ ഒരു കണ്ണിയിൽ അവസാനത്തെ പ്രവാചകൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒന്നാമത്തത് ആ പ്രവാചകനുള്ള വിശ്വാസമാണ്. രണ്ടാമത്തത് താഅതുഹു ഫീമാ അമർ, ആ പ്രവാചകൻ പഠിപ്പിച്ച കാര്യങ്ങളിൽ, ആ ഒരു പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളിൽ ആ പ്രവാചകനെ അനുസരിക്കുക എന്നുള്ളതാണ്. പ്രവാചകന്റെ കൽപ്പനകളെ അനുസരിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായി പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ, പ്രവാചകന്റെ ചര്യകളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ആശയങ്ങളെ അതിനെ സ്വീകരിക്കുക എന്നതും ഏറെ പ്രധാനപ്പെട്ട പ്രവാചകനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിന്റെ ഭാഗമാണ്. അതവർക്കാണ് അള്ളാഹു സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുള്ളത്. അവർക്കാണ് ഈ ദുനിയാവിലെയും ആഖിറത്തിലെയും സൗകര്യങ്ങൾ ലഭിക്കുക. അവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആരല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചോ യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അലീം, അടിവാരത്തുകൂടി അരുവികൾ ഒഴുകുന്ന ആ ഒരു സ്വർഗത്തിലേക്ക് അവർക്ക് പ്രവേശനമുണ്ടാകും. ആ സ്വർഗത്തിൽ അവർ നിത്യവാസികളായിരിക്കും. അതാണ് ഏറ്റവും മഹത്തരമായ വിജയമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം അത് അല്ലാഹുവിന്റെ ഇഷ്ടമായി, അല്ലാഹുവിന്റെ ഇഷ്ടം ലഭിക്കാനുള്ള കാരണമായി അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, ആ പ്രവാചകനെ അനുസരിക്കുക, ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുക, എങ്കിൽ അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. യഗ്ഫിർ ലക്കും ദുനൂബക്കും, അതേപോലെ നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. അല്ലാഹു ഗഫൂറുൻ റഹീം, അല്ലാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ ഒരു സുന്നത്തുകളെ, പ്രവാചകന്റെ അധ്യാപനങ്ങളെ
നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനെ അവഗണിച്ചു കളയാൻ, അതിനെ തള്ളിക്കളയാൻ ഒരിക്കലും തന്നെ നമുക്ക് പാടില്ല. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്ന് അറിയപ്പെട്ട സ്വഹാബിയൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അതേപടി അതേ കൃത്യമായ രീതിയിൽ പ്രവാചകന്റെ ജീവിതത്തെ അനുധാവനം ചെയ്ത ഒരു സ്വഹാബിയായിരുന്നു മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ കഴിച്ചതുപോലെയാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പ്രവാചകന്റെ നടത്തം പോലെയാണ് അദ്ദേഹം നടന്നിരുന്നത്. അത്രയ്ക്കും പ്രവാചകനെ പൂർണ്ണമായി പിൻപറ്റാൻ, പ്രവാചകന്റെ ഒരു കൽപ്പന പോലും ഒഴിവാക്കാതിരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അത് തന്നെയാണ് പ്രിയമുള്ളവരെ നാളെ സ്വർഗത്തിലേക്കും അതേപോലെ പ്രവാചകന്റെ ശഫാഅത്തും നമുക്ക് ലഭിക്കാനുള്ള കാരണം. അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലു ഉമ്മത്തി, എന്റെ ഉമ്മത്ത് മുഴുവനും യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, വിമുഖത കാണിച്ച ആ തിരിഞ്ഞു കളഞ്ഞ ആളുകളല്ലാത്ത എല്ലാവരും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. അവിടുന്ന് റസൂലിനോട് ചോദിച്ചു, റസൂലേ വമയ്യബ, ആരാണ് വിമുഖത കാണിച്ച ആൾ, ആരാണ് തിരിഞ്ഞു കളഞ്ഞ ആൾ, ഇതിനോട് താല്പര്യമില്ലാത്ത ആൾക്കാൻ? അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മന്ന ത്വാഅനി ദഖലൽ ജന്ന, ആര് എന്നെ സ്വീകരിച്ചോ, എന്നെ അനുസരിച്ചോ, അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. വമൻ അസാനി ഫഖദ് അബ, ആരെന്നെ ധിക്കരിച്ചോ, എന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിച്ചോ, അവനാണ് എന്നെ ധിക്കരിച്ചവൻ, അവനാണ് വിമുഖത കാണിച്ചവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, എത്ര പ്രവാചകന്റെ സുന്നത്തുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. പ്രവാചകനോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, ആ പ്രവാചകനെ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ പ്രവാചകൻ ജീവിച്ച ആ സ്വഹാബത്തിന്റെ പദവിയിലേക്ക് എത്തണമെന്ന്, അതല്ലെങ്കിൽ അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, പ്രവാചകന്റെ എത്ര കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധമായി നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. വസ്ത്രധാരണത്തിൽ, ഭക്ഷണം കഴിക്കുമ്പോൾ, കച്ചവടത്തിൽ, ഇടപാടുകളിൽ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലയിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. പ്രവാചകന്റെ രീതികൾ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഉസികും ഇബാദല്ലാഹി വഇയ്യായ അവ്വലൻ ثانيا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട് കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാധ്യതകളായി, ആ പ്രവാചകനോടുള്ള ബാധ്യതകളായി നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന്, പ്രവാചകത്വത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, പ്രവാചകൻ പഠിപ്പിച്ച പ്രവാചകനിൽ അനുസരണ ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമതായി, തസ്ദീഖുഹു ഫീമാ അഖ്ബറ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങൾ അറിയിച്ചു നൽകിയോ അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഏറെ ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കാര്യം അത് പ്രവാചകൻ വഹീന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അറിയിച്ചു നൽകിയോ അത് നമ്മൾ സ്വീകരിക്കണം. ദീനായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹീയായിട്ട് പഠിപ്പിച്ചു നൽകിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വമാ യൻതിഖു അനിൽ ഹവാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹവയുടെ അടിസ്ഥാനത്തിൽ, സ്വന്തം ഇച്ഛക്കടിസ്ഥാനത്തിൽ പ്രവാചകനൊന്നും സംസാരിക്കുകയില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് പ്രവാചകന് നൽകപ്പെടുന്ന വഹയിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല
വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു നൽകുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നുണ്ട്, ഉമിർതു അൻ നുഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എൻ്റെ ജനങ്ങളോട് അവരോട് യുദ്ധം ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതുവരെ. അതോടൊപ്പം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചു, വയുഅ്മിനു ബി വബിമാ ജിഅ്തു ബി, എന്നിൽ വിശ്വസിക്കണം. അതോടൊപ്പം തന്നെ വബിമാ ജിഅ്തു ബിഹി, ഞാൻ എന്തിനെയാണോ കൊണ്ടുവന്നത് അതിനെയും വിശ്വസിക്കണം. ഞാൻ എന്താണ് പറയുന്നത് ആ ഒരു കാര്യത്തിനും വിശ്വാസമുണ്ടാകണം. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കുക, പല കാര്യങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ കേൾക്കുമ്പോൾ ഇത് പ്രവാചകൻ പറഞ്ഞതാണോ, ഇത് പ്രവാചകൻ പഠിപ്പിച്ചതാണോ, അതല്ലെങ്കിൽ ഇതെന്റെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നില്ല, ഇതല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കാലഘട്ടത്തിൽ അനുയോജ്യമായതല്ല എന്ന ചിന്തകൾ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരിക്കലും തന്നെ പ്രവാചകനെ സ്നേഹിച്ച, പ്രവാചകന്റെ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തിയ, ആ പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനങ്ങളെ അനുസരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ഇസ്രാ മിഅ്റാജ് പോയ വാർത്ത പ്രവാചകൻ നാട്ടുകാരോട് അതല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞു. അവിടുത്തെ ആളുകളൊക്കെ കൊട്ടിഘോഷിക്കാൻ തുടങ്ങി. അവരൊക്കെ പലതരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളവാക്കാൻ തുടങ്ങി. അവരിതാ വലിയ ആവേശത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് വന്നു. അവിടുന്ന് പറഞ്ഞു, നിന്റെ മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വർത്തമാനം നീ കേട്ടില്ലേ? അവർ പറഞ്ഞു, അറിയില്ല, എന്താണ്? അവിടുന്ന് പറഞ്ഞു, ഇതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7ാം ആകാശത്തേക്ക് പോയിരിക്കുകയാണ്, ബൈത്തുൽ മഖ്ദിസിലേക്ക് യാത്ര ചെയ്തിരിക്കുകയാണ്. അവിടുന്ന് ഒരു രാത്രി കൊണ്ട് 7ാം ആകാശവും കടന്ന് റബ്ബിനെ കണ്ട് അവിടുന്ന് തിരിച്ചു വരികയാണ്. എന്നിതാ റബ്ബുമായി സംസാരിച്ച് അവിടുന്ന് തിരിച്ചു വരികയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇതും നീ വിശ്വസിക്കുന്നുണ്ടോ? അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വദഖ്തു, ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ അതിനെ സത്യപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ പേര്, ആ ഒരു സത്യപ്പെടുത്തുന്നതിന്റെ പേരിലാണ് അദ്ദേഹത്തെ അബൂബക്കർ സിദ്ദീഖ് എന്ന പേര് അറിയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. ആ കാലഘട്ടത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യം, ഒരിക്കലും തന്നെ ഒരു ബുദ്ധിക്കും യുക്തിക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം, ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യം, ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും കൊട്ടിഘോഷിച്ച കാര്യം, ഇതാ ഒരു വ്യക്തി അവിടുന്ന് കിലോമീറ്ററുകളോളം അകലെയുള്ള ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി അവിടെ നിന്ന് 7ാം ആകാശത്തേക്ക് യാത്ര ചെയ്തു എന്ന് പറയുമ്പോ അത് അംഗീകരിക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, അതിനുശേഷം അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, എല്ലാ ദിവസവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വഹയുമായി ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രവാചകൻ വഹയുമായി ഇതാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രവാചകനിലേക്ക് വന്ന് വഹയി നൽകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചുപോയി എന്ന് വിശ്വസിക്കുന്നതിൽ എന്ത് പ്രയാസമാണ് ഉള്ളത് എന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരിക്കലും യുക്തിയുടെയും ബുദ്ധിയുടെയും അളവുകോലുകൾ കൊണ്ട് നമ്മൾ ദീനിനെ മനസ്സിലാക്കരുത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് ദീനിലില്ല എന്നല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹായ ഒരു വിഷയത്തെ പഠിപ്പിച്ചു തന്നാൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക്, പ്രവാചകനിലേക്ക് സ്വഹീഹായി സ്ഥിരപ്പെട്ടുകൊണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിൽ സ്വീകരിക്കൽ ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ്. അങ്ങനെ ബുദ്ധിയും യുക്തിയും കൊണ്ട് അളവുകോലുകൾ വെച്ച് ഈ ഒരു ദീനിനെ മനസ്സിലാക്കുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഒന്നും തന്നെ ദീനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഏത് കാര്യത്തിനാണ് നമുക്ക് പൂർണ്ണമായ ഒരു ഉത്തരത്തിലേക്ക് ദീനിന്റെ വിഷയത്തിൽ എത്താൻ സാധിക്കുക? ഒരിക്കലും ആ ഒരു ചിന്തകളിലേക്ക്, അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദദിനത്തെ കുറിച്ച് പഠിപ്പിച്ചു, അത് നമ്മൾ സ്വീകരിക്കുക.
അതേപോലെ തന്നെ ഖബർ ശിക്ഷയെ കുറിച്ച് പഠിപ്പിച്ചു. അതിൽ നമ്മൾ സ്വീകരിക്കുക. സിഹറിന്റെയും കണ്ണീറിന്റെയും അതേപോലെ തന്നെ ലഅയ്നു ഹഖ്ഖുൻ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ സ്വഹീഹായി സ്ഥിരപ്പെടുത്തി പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്വീകരിക്കുന്ന ആളുകളാവുക. അതല്ലാതെ എനിക്ക് മനസ്സിലാവൂല, ഈ കാലഘട്ടത്തിലും അങ്ങനെ ചിന്തിക്കേണ്ടതില്ല എന്ന തരത്തിലൊക്കെയുള്ള ചിന്തകൾ അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചത്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂ, പ്രവാചകൻ എന്ത് കൊണ്ടുവന്നു അതിനെ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫന്തഹു, ഇനി പ്രവാചകൻ എന്തിനെ വിരോധിച്ചു അതിനെ ഉപേക്ഷിക്കുകയും അതിനെ വിരോധിക്കുകയും ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അതോടൊപ്പം അല്ലാഹുവിനെയും സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു ശക്തമായി നിങ്ങളെ ശിക്ഷിക്കുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളെ അതിനെ സത്യപ്പെടുത്തുക. നാലാമത്തെ കാര്യം, പ്രവാചകൻ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ്. എരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നത്, അതേപോലെ പലിശ, ഹറാമായ ഇടപാടുകൾ, അതേപോലെ താടി വടിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന വിരോധിച്ച കാര്യങ്ങളാണ്. ആ വിരോധിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. അതേപോലെ സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യമാണ്. സ്ത്രീകൾ പുരുഷന്മാരെ പോലെ വസ്ത്രം ധരിക്കൽ, അതേപോലെ തന്നെ പുരുഷന്മാർ സ്ത്രീകളെ പോലെ വസ്ത്രം ധരിക്കൽ ഏറ്റവും കൂടുതൽ ഹറാമായി ലോകാവസാനത്തിന്റെ അടയാളങ്ങളായി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ പരാമർശം വന്ന വിഷയമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അത്തരത്തിലൊരു രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീ കൗറത്തായി പഠിപ്പിച്ച ഭാഗങ്ങൾ മുഴുവനും മറച്ചുകൊണ്ട്, അതേപോലെ തന്നെ ഒരു പുരുഷന് എവിടെ വരെയാണ് വസ്ത്രമെത്താവുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന് എരിയാണി വരെയാൻ, എരിയാണിക്ക് മുകളിൽ അവന്റെ വസ്ത്രം നിൽക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അവിടെ വെച്ചുകൊണ്ട് അവന്റെ വസ്ത്രം നിർത്താൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് നാലാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഞ്ചാമത്തത്, അല്ലാ യഅ്ബുദുല്ലാഹ ഇല്ലാ ബിമാ ശറഅ, പ്രവാചകൻ ശറഅാക്കിയ, പ്രവാചകൻ പഠിപ്പിച്ച രീതിയിലല്ലാതെ ഒരിക്കലും ആ അല്ലാഹുവിനെ ആരാധിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു നിസ്കാരം കൊണ്ടുവരിക, പുതിയൊരു രീതി കൊണ്ടുവരിക, പുതിയൊരു പാട്ട് കൊണ്ടുവരിക, പുതിയൊരാഘോഷം കൊണ്ടുവരിക, പുതിയ ചില പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവരിക, അതൊന്നും തന്നെ പാടില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അവിടുന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാൻ. ഈ ദീൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലേക്ക് ആരെങ്കിലും പുതുതായി എന്തെങ്കിലും കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ അതിനെ തള്ളിക്കളയണം, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിച്ചേർത്ത ബിദ്അത്താൻ, ആ ബിദ്അത്ത് ളലാലത്തിലേക്കാണ്, ആ ളലാലത്തിലേക്കാണ്, ആ ളലാലത്ത് നരകത്തിലേക്കാണ് എന്നതാണ് എല്ലാ ഖുത്ബയിലും ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. കുല്ലു ബിദ്അത്തി കുല്ലു മുഹ്ദസത്തിൻ കുല്ലു വഅഹ്സനുൽ ഹദി ഹദി മുഹമ്മദിൻ വശറൽ ഉമൂരി മുഹ്ദസാതുഹാ. എല്ലാ പുതുതായി ഉണ്ടാക്കിയ കാര്യങ്ങളും അതൊക്കെ ഷർറാണ്, ഷർറായതാണ് പുതുതായി ഉണ്ടാക്കുക. വകുല്ലു മുഹ്ദസത്തിൻ ബിദ്അ, അങ്ങനെ പുതുതായി ഉണ്ടാക്കിയതൊക്കെ ബിദ്അത്താൻ. വകുല്ലു ബിദ്അത്തിൻ ളലാല, അങ്ങനെ ബിദ്അത്തായി ഉണ്ടാക്കിയതൊക്കെ ളലാലത്താൻ. വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, ആ ളലാലത്ത് മുഴുവനും, വഴികേട് മുഴുവനും അത് നരകത്തിലേക്കാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പ്രവാചകൻ പഠിപ്പിച്ച രീതിയിൽ ആ പ്രവാചകനോടുള്ള ബാധ്യത പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ, പ്രവാചകനിൽ വിശ്വാസമുണ്ടാവുക, പ്രവാചകൻ പഠിപ്പിച്ചത് അനുസരിക്കുക എന്നതാണ് രണ്ടാമത്തെ ബാധ്യത. മൂന്നാമത്തത്, പ്രവാചകൻ അറിയിച്ചു തന്നതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ്. നാലാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ വിരോധിച്ചോ അതൊക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തത്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രീതിയിൽ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇബാദത്ത് ചെയ്യാൻ എങ്ങനെയാണോ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് അത്തരത്തിലുള്ള ഇബാദത്തുകൾ, ദീനിന്റെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുവാനും എല്ലാ ബിദ്അത്തുകളും ളലാലത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തോടൊപ്പം നിലകൊണ്ട്, ഏത് പ്രയാസത്തിലും ഈ ഒരു ആദർശത്തിൽ നിലകൊണ്ട് തൗഹീദിനൊപ്പം ജീവിച്ച് തൗഹീദോടുകൂടി മരണപ്പെടുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും നമ്മുടെ
എല്ലാ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കുമാറാകട്ടെ. ഹിദായത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم طيب ثراهم واجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في كل مكان. اللهم انصرنا ولا تنصر علينا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. أقم الصلاة.